നമസ്കാരം. ഒരു പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററിയുടെ റിപ്പോർട്ടിംഗ് ആരംഭിക്കുന്നത്. ഒരേ സമയത്ത് രണ്ട് മദർ വെസലുകൾ പ്രവേശിക്കാൻ കഴിയണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. ബർത്തിൽ ഇപ്പോൾ ഉള്ള ബെറ്റിന 366 മീറ്റർ നീളമുള്ള ബെറ്റിനയുണ്ട്. അലിസി 3 ഉണ്ട്. അലിസി 3 താരതമ്യേന ചെറുതാണ്, 200 മീറ്ററോളം വരാവുന്നതാണ്. പക്ഷേ അലിസി 3 ഇന്നലെ റെക്കോർഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്നെന്ന് പറയുന്നത്. ഇന്നലെ പുറപ്പെടും. പകരം നമ്മൾ കാത്തിരുന്ന വെറോണ, MSC വെറോണ പ്രവേശിക്കുക. അപ്പോൾ 366 മീറ്റർ നീളമുള്ള വെസൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയുടെ സമയത്താണ് ഈ പ്രസൻറ്റേഷൻ എടുക്കുന്നത്. സാധാരണഗതിയിൽ ബെറ്റിന പുറത്തോട്ട് പോയിട്ടായിരിക്കാം വെറോണ കയറുന്നത്. കാരണം ബെറ്റിന ഇനിയും വൈകും. 15 ഇന്ന് രാത്രിയാണ് ബെറ്റിനയുടെ ഡിപ്പാർട്ടിംഗ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലിസി 3 ഇറങ്ങുമ്പോൾ ബർത്ത് ഫ്രീ ആയിരിക്കും. CB2 കണ്ടെയ്നർ ബർത്ത് 2 ഫ്രീ ആകുമ്പോൾ വെറോണയ്ക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രാർത്ഥന. അത് മാത്രമല്ല, ഒരു റെക്കോർഡ് കൂടി തിരുത്തുകയാണ് നമ്മൾ. 16.8 മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ളതാണ് വെറോണ. 16.7 ഇവിടെ വന്നിരുന്നു ക്ലോഡ് ജെറാഡെ. 16.8 മീറ്റർ പ്രവേശിക്കുമ്പോൾ നമുക്ക് നിലവിൽ ഉള്ള സാധ്യത എന്താണ്? കൂടുതൽ കപ്പലുകൾ പ്രവേശിക്കാനുള്ള അവസരമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൃഷ്ണകുമാർ നടത്തുന്നുണ്ടായിരുന്നു. ഒരു വലിയ ലിസ്റ്റ് 10-24 വൻ കപ്പലുകൾ, വലിയ കപ്പലുകളുടെ ഒരു നിര തന്നുകൊണ്ട് അതിനകത്തിൻ്റെ 2 കപ്പലുകളാണ് നമുക്ക് മുകളിലുള്ളത്. വിഴിഞ്ഞത്ത് പ്രവേശിക്കാനുള്ള 2 കപ്പലുകൾ. അതിൽ ഒരെണ്ണം നമ്മുടെ വെറോണയുടെ ഈക്വലൻ്റാണ്. 16.8 മീറ്റർ തന്നെയാണ്. എവർ എറിയ 16.8. അപ്പോൾ നമ്മൾ 16.8 കവർ ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മുകളിലുള്ളത് ഒരൊറ്റ കപ്പലാണ് MSC റയ. MSC റയ 17 മീറ്റർ ഡ്രാഫ്റ്റാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഏറ്റവും വലിയ കപ്പലുകളെന്ന് പറയുന്ന MSC ഐറിനെയൊക്കെ എവിടെ പോയി എന്നുള്ളത് തോന്നാം. പക്ഷെ ഓരോ തവണയും ലോഡ് കയറ്റുമ്പോൾ ഈ ഡ്രാഫ്റ്റിൽ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ കൃഷ്ണകുമാർ അത് സംബന്ധിച്ച ഒരു ഗവേഷണം നടത്തി അറിയിച്ചത് ഐറിനയുടെ ഇതാണ്. കറന്റ്ലി ഷീ ഈസ് ഹെഡിങ് ടു നിങ്ബോ പോർട്ട് ടു സ്റ്റാർട്ട് ജെയ്ഡ്സ് ന്യൂ വോയേജ്. ജെയ്ഡ് സർവീസിലെ പുതിയ വോയേജ് ആരംഭിക്കുവാനുള്ള നീക്കമാണ്. നിങ്ബോയിൽ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒഴിഞ്ഞ കണ്ടെയ്നർ ആയത് കാരണം, ഭാരം കുറവ് കാരണം ഇപ്പോൾ 12.1 മീറ്റർ 12.1 മീറ്ററിലാണ് MSC ഐറിന സഞ്ചരിക്കുന്നത്. ലോഡ് കയറുമ്പോഴാണ് യഥാർത്ഥത്തിൽ 18.86 മീറ്റർ വരെ ഡ്രാഫ്റ്റ് താഴാം. പക്ഷെ നിലവിൽ 12.1 ആണ്. തിരിച്ചുള്ള യാത്രയിൽ കൃഷ്ണകുമാറിന്റെ കണക്ക് പ്രകാരം ഏകദേശം 16 മീറ്റർ 16.8 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു വെസലാണ് നമ്മുടെ മുമ്പിലുള്ളത് 17 മീറ്റർ. അപ്പോൾ 20 സെന്റിമീറ്റർ കൂടി നമുക്ക് പിന്നിടാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ കപ്പലിനെ പ്രവേശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 17 മീറ്റർ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഈ ദിവസങ്ങളിൽ. MSC റയയും താമസിയാതെ നമ്മുടെ പോർട്ടിൽ വരും. ഐറിന 399.99 മീറ്റർ. സിംഗപ്പൂരിലിരിക്കുന്ന പ്രവീണിനോട് ഞാൻ ചോദിച്ചു, ഏറ്റവും വലിയ കപ്പലായ ഐറിനയ്ക്ക് എന്താണ് ഇത്രയും കുറഞ്ഞ ഡ്രാഫ്റ്റ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡ്രാഫ്റ്റ് തീരുമാനിക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട്. 399.99 മീറ്റർ നീളം, 61.33 മീറ്റർ വീതി. ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ ഒരു ബൊയൻസി ഒരു ഫാക്ടറാണ്. പ്രവീൺ പറഞ്ഞ സയൻസ് എനിക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. അദ്ദേഹം പറഞ്ഞത് കാർഗോ കപ്പാസിറ്റി നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി ഡ്രാഫ്റ്റ്. കാർഗോ കപ്പാസിറ്റി മാത്രമല്ല ഡ്രാഫ്റ്റ് നിയന്ത്രിക്കുന്ന ഘടകം. പിന്നെയോ ബൊയൻസി ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി അണ്ടർ വാട്ടർ ഏരിയ ഓഫ് എ ഷിപ്പ്. ബൊയൻസി എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വ്യക്തതയില്ല. എന്തായാലും MSC ഐറിന നമ്മുടെ ഏറ്റവും വലിയ കപ്പലെന്ന് നമ്മൾ വിശ്വസിക്കുന്ന MSC ഐറിന 399.99 മീറ്റർ 18.86 മീറ്റർ ഡ്രാഫ്റ്റ് വരെ വരാം എന്ന് പറയുന്നതിന് ഒരുപാട് സയൻസ് ഉണ്ട്.
അത്തരം വലിയ സയൻസിലോട്ടൊന്നും തൽക്കാലം ഞാൻ കടന്ന് അപകടം ക്ഷണിച്ചു വരുത്തുന്നില്ല. വെറോണയെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടത്, നമ്മുടെ ഇവിടുന്ന് ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് നേരെ പോകുന്നത് മാർസഷ്ലോക്ക് എന്ന് പറയുന്ന പോർട്ടാണ്. ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പ്രദേശത്തോട്ട് പോകുന്ന ഒരു യാത്ര, ഒരു വോയേജ് എന്നുള്ള നിലയ്ക്ക് അതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. മാർസഷ്ലോക്ക് എന്ന് പറയുന്നത് മാൾട്ട എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഒരു കുഞ്ഞു രാജ്യമാണ് മാൾട്ട. മാൾട്ടയെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. 5.5 ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തോന്നി, ഇത്രയും ഒരു ചെറിയ രാജ്യത്തിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 22 ദിവസം യാത്ര ചെയ്ത്, ട്രിവാൻഡ്രം പോർട്ടിൽ നിന്ന് 22 ദിവസം യാത്ര ചെയ്ത് ചെല്ലുന്നത് മാൾട്ടയിലോട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐലൻഡ് പോലുള്ള ഒരു രാജ്യത്തോട്ട് ഒരു യാത്ര നടത്തുന്നത്? അവിടെ അത്രയും ബിസിനസ് ഉണ്ടോ, കാർഗോ എടുക്കാനുണ്ടോ, കൊടുക്കാനുണ്ടോ എന്നുള്ള അന്വേഷണം എനിക്ക് കിട്ടിയ ഒരു മറുപടി, Malta has been a maritime location historically. MSC operates many services connecting Marseilles, മാൾട്ട. പല സർവീസുകളും കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് മാർസഷ്ലോക്ക്. വളരെ പുരാതനമായ ഒരു പോർട്ട് എന്നാണ് പറയുന്നത്. ലൊക്കേഷൻ ഹിസ്റ്റോറിക്കലി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടാണ്. പക്ഷേ ഇത്രയും നാളും നമ്മുടെ ശ്രദ്ധയിൽ വരാതിരുന്നത് നമ്മുടെ അറിവ് കുറവ്, അന്വേഷണക്കുറവ് എന്നത് മാത്രമാണ്. ഒരു വലിയ ഏരിയയിലോട്ട് നമ്മളെ കണക്ട് ചെയ്യുകയാണ്. നോർത്ത് ആഫ്രിക്ക, ഇറ്റലി, ഗ്രീസ്, ക്രൊയേഷ്യ, ബൾഗേറിയ, ഇസ്രയേൽ, ലെബനോൺ, സിറിയ, ടർക്കി തുടങ്ങിയ നമുക്ക് വലിയ പരിചയമില്ലാത്തൊരു മേഖലയിലോട്ട് കണക്ട് ചെയ്യുന്ന യാത്രയാണ് വെറോണ, MSC വെറോണ ഇപ്പോൾ നടത്താൻ പോകുന്നത്. നമുക്കൊരു വലിയ സാധ്യത തുറന്നു കിട്ടുന്നു. അത് ഉപയോഗപ്പെടുത്താനും നമ്മൾ ഈ യാത്രയിലൂടെ ആ പ്രദേശങ്ങൾ പഠിക്കുവാനും അവിടുത്തെ മാർക്കറ്റ് സൈസ് എന്താണ്, നമുക്ക് എന്ത് അങ്ങോട്ട് വിടാൻ പറ്റും, തിരിച്ചെന്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു പുതിയ അറിവും MSC വെറോണയുടെ യാത്ര നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അടുത്തതൊരു നീണ്ട പ്രതികരണമാണ്, ചുരുക്കി വായിക്കാം. മിസ്റ്റർ ഏലിയാസിന് തെറ്റി. കൊച്ചിക്ക് മുകളിൽ ട്രിവാൻഡ്രം വികസിക്കില്ലെങ്കിൽ വിഴിഞ്ഞം കൊണ്ട് ഇവിടെ എന്താ ഗുണം? ഇന്നലത്തെ സേലിംഗമന്ത്രിയുടെ പ്രതികരണമാണ്. ശ്രീ രാജശേഖറാണ് എഴുതുന്നത്. ട്രിവാൻഡ്രം വികസിക്കില്ലെങ്കിൽ അതിനർത്ഥം വിഴിഞ്ഞം വികസിക്കില്ലെന്നാണോ? അതോ എന്നും കൊച്ചിക്ക് കീഴേ കിടക്കണം എന്ന മന്ത്രിയുടെ താല്പര്യമാണോ? മാത്രമല്ല, വിഴിഞ്ഞം പോർട്ട് വന്നിട്ടും കൊച്ചിയേക്കാൾ ട്രിവാൻഡ്രം വികസിക്കുന്നില്ലെങ്കിൽ അത് വൻ പരാജയമാണ്. സേലിംഗമന്ത്രിക്ക് അങ്ങനെ ഒരിക്കലും ഒരു മുൻവിധിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു നഗരത്തെ, ഒരു ജില്ലയെ, ഒരു സംസ്ഥാനത്തെ പിന്നിലാക്കി നമ്മുടെ തുറമുഖം വളരണം, നമ്മുടെ ജില്ല വളരണം, നമ്മുടെ സംസ്ഥാനം വളരണം, അങ്ങനെ ഒരു നിലപാട് ഒരു കാലത്തും സേലിംഗമന്ത്രിക്കില്ല, അല്ലെങ്കിൽ വിമാക്കിനില്ല, അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തനത്തിനുമില്ല. നമ്മുടെ തുറമുഖം ഏറ്റവും മുൻപിലെത്തണം. അത് ആരെങ്കിലും തോൽപ്പിക്കാനോ ആരെങ്കിലും പിന്നിലാക്കാനോ അല്ല. വളരെ യുണീക്കായിട്ടുള്ള ഒരു ലൊക്കേഷൻ, വളരെ യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു തുറമുഖം എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു കമ്പാരിസൺ അതീതമാണ്. നമുക്കുള്ള അഡ്വാൻറ്റേജസ്, ഈ തുറമുഖത്തിനുള്ള അഡ്വാൻറ്റേജസ് മറ്റു തുറമുഖങ്ങളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ആരെങ്കിലും തോൽപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എല്ലാവരെയും വിജയിപ്പിക്കാനുള്ളതാണ് ഈ പോർട്ട്. കൊച്ചിയെയും കോഴിക്കോടിനെയും കൊല്ലത്തെയും കേരളത്തെയും കർണാടകയെയും തമിഴ്നാടിനെയും ഇന്ത്യയെയും എല്ലാവരെയും വിജയിപ്പിക്കുവാനുള്ള ഒരു പോർട്ട് പിന്നെ എന്തിനാണ് ആരെങ്കിലും തോൽപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് എല്ലാവരെയും വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ 3 ദിവസം കാത്തുകിടന്ന MSC ഡെയ്ല തിരിച്ച് കൊളംബോയിലോട്ടോ തിരിച്ച് സിംഗപ്പൂരിലോട്ടോ പോകുന്നതിന് പകരം അത് പോയത് കൊച്ചിയിലോട്ടാണ്. വിഴിഞ്ഞം കാരണം കൊച്ചിക്ക് ട്രാഫിക്ക് കിട്ടിയില്ലേ? അങ്ങനെ നാളെ തങ്കശ്ശേരിക്കും ബേപ്പൂരിനും ഇപ്പുറത്ത് കുളച്ചലിനും ഇപ്പുറത്ത് തൂത്തുക്കുടിക്കും എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന ഒരു കാഴ്ചപ്പാടാണ് സേലിംഗമന്ത്രിക്കും വിമാക്കിനും നമ്മുടെ തുറമുഖത്തെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ചെറിയ ലക്ഷ്യമല്ല നമ്മുടെ തുറമുഖത്തിന് ഉണ്ടാവേണ്ടത്. വളരെ വിപുലമായതും വൈകാരികമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ തുറമുഖത്തെ കാണേണ്ടതും. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു തുറമുഖം എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത് എന്നാണ് ശ്രീ രാജശേഖരനോട് എനിക്ക് പറയുവാനുള്ളത്. എല്ലാ ജനങ്ങളെയും വളർത്തുവാനും എല്ലാ ജനങ്ങളുടെയും ദാരിദ്ര്യവും
പിന്നോക്കാവസ്ഥയും മാറുക എന്നുള്ളതാവണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ് ഈ തുറമുഖം. 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിതിനു വേണ്ടി പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെയും നാളെയും അതാവണം നമ്മുടെ ചിന്ത എന്നുള്ളതാണ് നമ്മുടെ ഈ കാര്യത്തിലുള്ള നിലപാട്. ഇനി നമ്മുടെ ജെയ്റ്റ് സർവീസ് ക്വിസിലോട്ട് വരാം. ക്വിസിൻ്റെ സമയപരിധി അവസാനിക്കുന്നു. ഇതുവരെ നിർദ്ദേശങ്ങൾ അയച്ചവരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ജെയ്റ്റ് സർവീസിൽ ആദ്യമെത്തുന്ന കപ്പൽ ഏതായിരിക്കും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വാച്ച് ചെയ്യാം. എന്തായാലും ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തു. തുടർന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ജെയ്റ്റ് സർവീസ് കാത്തിരിക്കുക. എല്ലാവർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റുന്നു, എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്ന് പുറപ്പെടുന്നു എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് ആദ്യത്തെ കപ്പലിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം.